ഹലോ, വെൽക്കം ടു പട്ടായ. ഇത് ഞങ്ങൾ ഡേ 2 ആണ്. ഇത് ഞങ്ങൾ കോറലൈനിലേക്കാണ് കേട്ടോ പോണത്. രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങി കോറലൈനിലേക്ക് പോകാൻ വേണ്ടി. നല്ല ഭാഗ്യമുള്ളതുകൊണ്ടാണ്, ബാഡ് വെതർ ആയതുകൊണ്ട് കോറലൈനിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ആരെ അലോ ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം വേറൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരോട് വെയിറ്റിംഗ് ആണ് അവിടെ. ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ സംസാരിച്ച പിങ്ക് ഡ്രസ്സ് ഇട്ട ആൾ ഞങ്ങളുടെ ടൂർ ഗൈഡാണ് കേട്ടോ. അത് ഈ പോണ ആൾ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഫുള്ളും ഇന്ത്യൻസ് ആയിരുന്നു, നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നു. മലയാളീസ് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ബോട്ട് വരും. ആ ബോട്ടിൽ കയറ്റിട്ട് വേണം നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി. ഈ സാധനത്തിൽ കയറിയിട്ട് വേണം. ഇതെന്തോ വെള്ളത്തിന് മേളിലായതുകൊണ്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവും ഈ സാധനം. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ബോട്ടിൽ കയറിയിട്ട് അപ്പുറത്ത് അങ്ങേ സൈഡിൽ എവിടെയോ കേട്ടോ ബീച്ച്, അങ്ങോട്ട് നമ്മളിനി പോകണം. ഈ ബോട്ടിലാണെങ്കിൽ ഈ ചേട്ടൻ, ഒരു ചെറിയ ചെക്കൻ ഓടിക്കുന്നത് എന്തൊരു സ്പീഡാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ അമ്മേ, നമ്മളിങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പിടിച്ചിങ്ങനെ ഇരിക്കണം. അത്രയ്ക്ക് നല്ല സ്പീഡിലായിരുന്നു അത് പോയത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ഐലൻഡിലെത്തി. എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത, എന്നാലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം എന്താ ഇപ്പോൾ ചെയ്തത്. ഞാനിപ്പോൾ എന്താ വന്നിറങ്ങിയത് ഞാനാണ്. പാരാഗ്ലൈഡിങ് ഞാനും രാഹുലും മാത്രമേ ചെയ്തുള്ളൂ. ബാക്കി 3 പേടിച്ചിട്ട് വന്നില്ല. എന്താ പറയുക, ഞാൻ ഒരിക്കലും മറക്കില്ല സാധനം. മേളിലെത്തിയപ്പോൾ എനിക്ക് പേടിയുണ്ടാകുന്ന വെച്ചാൽ ഉണ്ടായിരുന്നു. താഴേർക്ക് പറഞ്ഞു, പക്ഷെ ആര് കേൾക്കാൻ. ആ ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ വേറൊരു ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി, വേറൊരു ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവിടെയും എന്താ പറയുക, നിറയെ ആൾക്കാർ ഫുള്ള് ഫാമിലി കപ്പിൾസ് അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അവിടെ. അങ്ങോട്ട് പോകാൻ ത്രില്ലായിരിക്കുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പ് കടിച്ചിങ്ങനെ ഇരുന്നു. നമ്മൾ ഇതുവരെ പോകാത്തൊരു സ്ഥലവും ഇതുവരെ കാണാത്ത കാഴ്ചകളും ഒക്കെ ആയതുകൊണ്ട് വിശപ്പൊക്കെ എന്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സൈഡിലേക്ക് മാറ്റിച്ചു. എന്നിട്ട് ഞങ്ങൾ അടുത്ത ഐലൻഡിലേക്ക് എത്തിയതാണ് കേട്ടോ. നല്ല സോഫ്റ്റ്, എന്താ പറയുക, നല്ല പ്യൂറായിട്ടുള്ള നല്ല വെള്ളവും. ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷേ ബാക്കി എല്ലാവരും ബീച്ചിലിറങ്ങി, ഞങ്ങൾ മാത്രം ഇറങ്ങി. ഞങ്ങളിങ്ങനെ വെള്ളവും കണ്ട് കരയ്ക്ക് നിന്നല്ലാതെ. നല്ല തിരക്കുണ്ടായെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടും ഞങ്ങൾക്ക്. അത് മലയാളീസ്. ഇവരാണത്, ഫിഷ് ഫ്ലിക്സ് കേരള. ഇതാണ് അവൻ്റെ പേജ്. നല്ല റീച്ചുള്ള പേജാണ് കേട്ടോ. എല്ലാവരും കയറി നോക്കി ഇൻസ്റ്റയ്ക്കകത്ത്. ഇത് അവിടുന്ന് പരിചയപ്പെട്ടാണ് ഇവർ ചെറിയൊരു ഗെയിമൊക്കെ തന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ചൂടുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ വെയിലായിരുന്നു, പക്ഷെ അത്ര നല്ല ചൂടെന്ന് പറയാൻ വേണ്ടി ഇവിടുത്തെ പോലെ ചൂടില്ലായിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഇങ്ങോട്ട്. ഇനി ഉച്ചയ്ക്ക് ലഞ്ചുണ്ട്. ലഞ്ച് കഴിച്ച ശേഷം വേറെ ഏതോ ഒരു സ്പോട്ടൂടെ പറഞ്ഞിട്ട് ജെയിംസ് ഗാലറി അതുകൂടെ കഴിഞ്ഞിട്ട് വൈകിട്ട് പിന്നെ അൽക്കസാർ ഷോ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത അതിൽ കാണാം. ഓക്കെ, ബായ്.